ഇൻസുലിൻ ഇഞ്ചക്ഷൻ രൂപത്തിൽ മാത്രമല്ല, മൂക്കിലൂടെ വലിക്കുന്ന പൊടി രൂപത്തിൽ ഇൻഹേലറായി ഇന്ത്യയിലും ലഭ്യമാകാൻ പോവുകയാണ്. ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാത്തതാണ് പ്രമേഹത്തിന് കാരണം എന്നാണ് പൊതുവെയുള്ള ധാരണ. അത് തെറ്റാണ്. കേവലം 5 മുതൽ 10% വരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിൽ പെട്ട പ്രമേഹ രോഗികളിൽ മാത്രമേ ഇൻസുലിന്റെ കുറവുള്ളൂ. അവർക്ക് മാത്രമേ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഇൻഹേലറും ഒക്കെ ആവശ്യമുള്ളൂ. ബാക്കി 90 മുതൽ 95% ഇൻസുലിൻ എടുക്കുന്ന പ്രമേഹ രോഗികളിലും ഇൻസുലിന്റെ അളവ് നോർമലോ ആവശ്യത്തിൽ കൂടുതലോ ആണ്. ഇൻസുലിൻ ലെവൽ നോർമലോ കൂടുതലോ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇഞ്ചക്ഷനും ഇൻഹേലറും എടുത്ത് ഇൻസുലിന്റെ അളവ് കൂട്ടുന്നത്? ഇൻസുലിന്റെ അളവ് രക്തത്തിൽ കൂടുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. മെഡിക്കൽ സയൻസും ആരോഗ്യ ബോധവൽക്കരണവും ഒക്കെ ഇത്ര പുരോഗമിച്ചിട്ടും വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഇത്ര പുരോഗതി നേടിയ മലയാളികൾക്കിടയിൽ പോലും ഇത്തരം തെറ്റായ ചികിത്സാ രീതികൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം ഇൻസുലിന്റെ കുറവല്ല, മറിച്ച് ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ ഇൻസുലിന്റെ രക്തത്തിലെ അളവ് കൂടുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയയും ആണ്.